ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചനത്തിൽ ചിന്തിക്കുവാനായിട്ട് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾ വായിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. 9-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കാൻ ആഗ്രഹിക്കുന്നത്. എബ്രായ ലേഖനം 9-ാം അധ്യായം 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തു വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടമനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനായി. എബ്രായ ലേഖനം വിവിധ നിലകളിൽ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയാണ് ആരംഭ അധ്യായം മുതൽ അവസാനം വരെ നമുക്ക് എടുത്തു കാണുവാനായിട്ട് കഴിയുന്നു. 1-ാം അധ്യായത്തിൽ തന്നെ പ്രവാചക കാലഘട്ടത്തെക്കുറിച്ചും പ്രവാചകന്മാരെക്കുറിച്ചും നാം വായിക്കുന്നുണ്ട്. പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനായിരിക്കുന്ന കർത്താവിനെ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായിട്ട് ക്രിസ്തുവിനെ നാം കാണുന്നുണ്ട്. 3-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ പഴയ നിയമത്തിലെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ മധ്യേ ഏറ്റവും വലിയ നേതാവായിരുന്ന മോശയേക്കാൾ ശ്രേഷ്ഠനാണ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. യോശുവയേക്കാൾ ശ്രേഷ്ഠനായിട്ട് കർത്താവിനെ ചിത്രീകരിച്ചിട്ടുണ്ട്. മഹാപുരോഹിതന്മാരെക്കാൾ, പഴയ നിയമ യാഗങ്ങളെക്കാൾ, ശബത്തിനേക്കാൾ ശ്രേഷ്ഠനായിട്ട് ക്രിസ്തുവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നു. അങ്ങനെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത എല്ലാം വെളിപ്പെടുത്തിയതിനു ശേഷം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം ഈ വായിച്ച വാക്യങ്ങൾക്കുള്ളിൽ യേശുക്രിസ്തുവിൻ്റെ 3 പ്രത്യക്ഷതകളെ കുറിച്ചാണ് ലേഖനകാരനോട് ഓർപ്പിക്കുന്നത്. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ 3 പ്രത്യക്ഷതകൾ അതുമാത്രം ചിന്തിച്ച് ഇരിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാവുന്നതും നാം അത് മനസ്സിലാക്കിയിട്ടുള്ളതും അത് പലപ്പോഴും നാം ധ്യാനിച്ച് കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവരുമാണെങ്കിലും ചില പ്രായോഗികമായിരിക്കുന്ന ചിന്തകൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ തൊട്ടുണർത്തുവാൻ മതിയായത് ദൈവാത്മാവ് നമുക്ക് നൽകുവാൻ ഇടയായി തീരട്ടെ. 3 പ്രത്യക്ഷതകളിൽ ഒന്നാമതായിട്ടുള്ള പ്രത്യക്ഷതയെക്കുറിച്ച് 26-ാം വാക്യത്തിലാണ് നാം വായിക്കുന്നത്. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഈ 26-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഒരു ലോകാവസാനത്തെ കുറിച്ച് വായിക്കുകയാണ്. നമുക്കറിയാം, ലോകം അവസാനിച്ചിട്ടില്ല. ഒരു പക്ഷേ ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാം. ലോകാവസാനത്തിൽ താൻ ഒരിക്കൽ പ്രത്യക്ഷനായി എന്നാണ് നാം വായിക്കുന്നത്. അത് പഴയ അല്ലെങ്കിൽ ഭൂതകാല ക്രിയയിൽ ആ വാക്ക് ഉപയോഗിച്ചിരിക്കുകയാണ്, നടന്ന സംഭവമായിട്ടാണ്. അതേ സമയത്ത് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന സമയം പറഞ്ഞിരിക്കുന്നത് ലോകാവസാനത്തിൽ എന്നാണ്. നമുക്കറിയാം, ലോകം അവസാനിച്ചിട്ടില്ല. ഈ ലോകാവസാനം എന്ന് എബ്രായ ലേഖനകാരൻ ഉദ്ദേശിക്കുന്നത് 1-ാം അധ്യായത്തിൽ തന്നെ നാം വായിക്കുന്നുണ്ട്. തന്നെ 1-ാമത്തെ വാക്യത്തിൽ പ്രവാചകന്മാരുടെയും പ്രവചനത്തിൻ്റെയും കാലഘട്ടത്തിൻ്റെ അവസാനം എന്നുള്ളതാണ്. നമുക്ക് 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ജസ്റ്റ് ഒന്ന് നോക്കുന്നതിൽ കുഴപ്പമില്ല. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്തിൽ എന്നാണ് നാം അവിടെ വായിക്കുന്നത്. അപ്പോൾ അത് വ്യക്തമാണ്. അന്ന് ലേഖനം എഴുതുന്ന സമയത്ത് ലേഖനകാരൻ ദൈവാത്മാവിനാൽ പ്രേരിപ്പിക്കപ്പെട്ടവനായി പറയുന്നത് ഇത് അന്ത്യകാലമാണ് എന്ന് പറഞ്ഞാൽ ലോകം അവസാനിച്ചിട്ടില്ലെങ്കിലും പ്രവചന കാലഘട്ടത്തിന്റെ പ്രവാചകന്മാരുടെ ശുശ്രൂഷയുടെ അവസാനത്തെ നാളുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആ അവസാനത്തെ കുറിച്ചാണ് 26-ാം വാക്യത്തിൽ ലോക അവസാനത്തിങ്കൽ എന്ന് നാം വായിക്കുന്നത്. മാത്രമല്ല, ഗലാത്യ ലേഖനത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ആ വാക്യം ഒരുപക്ഷെ കാണാപ്പാഠമായിരിക്കാം, എങ്കിലും ഒന്നെടുത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. എന്നാൽ
കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൻ കീഴ് ജനിച്ചവനായി നിയോഗിച്ചു എന്ന് നാം വായിക്കുന്നു. അവിടെയും ഒരു കാലസമ്പൂർണതയെ കുറിച്ചുള്ള സമയത്തിന്റെ അളവ് പറയുകയാണ്. ഗലാത്യലേഖനത്തിന്റെ പ്രാഥമികമായിരിക്കുന്ന വിഷയം നമുക്കറിയാം. ന്യായപ്രമാണത്തെക്കുറിച്ചും ന്യായപ്രമാണ യുഗത്തെക്കുറിച്ചും ഉള്ളതായിരിക്കുന്ന കാര്യങ്ങളാണ് ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോ പ്രവാചക കാലഘട്ടത്തിന്റെ പ്രവചന കാലഘട്ടത്തിന്റെ എൻഡിൽ അല്ലെങ്കിൽ അതിന്റെ അവസാനത്തിൽ മറ്റൊന്ന് ഗലാത്യലേഖനം വായിക്കുന്ന കാലസമ്പൂർണ്ണം എന്ന് പറയുന്നത് ന്യായപ്രമാണ യുഗത്തിന്റെ അവസാനം. അപ്പൊ ഈ രണ്ട് യുഗ അവസാനങ്ങളെ കുറിച്ചുള്ളതാണ് എബ്രായ ലേഖനം 26-ാം വാക്യം 9-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ ലോകാവസാനത്തിങ്കൽ എന്ന് നാം വായിക്കുന്നത്. അപ്പൊ ആ ലോകാവസാനത്തിങ്കൽ അല്ലെങ്കിൽ പ്രവചന കാലഘട്ടത്തിന്റെ അവസാനം, ന്യായപ്രമാണ യുഗത്തിന്റെ അവസാനത്തിൽ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷത സംഭവിച്ചു എന്നുള്ളത് ലേഖനകാരൻ പറയുകയാണ്. ഇനി അതിന്റെ പർപ്പസ് താൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ പ്രത്യക്ഷതയുടെ ഉദ്ദേശം നാം വായിക്കുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. അപ്പോ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷതയുടെ പർപ്പസ് എന്ന് പറയുന്നത് പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയാണ്. ഇത് സംഭവിച്ചു നമുക്കറിയാം. 2000 വർഷങ്ങൾക്ക് മുന്നമേ ഈ ലോകത്തിൽ സംഭവിച്ച കാര്യമാണ്. നാം യോഹന്നാന്റെ അധ്യായത്തിൽ വായിക്കുന്നു. 1:14 നാം വായിക്കുന്നു, വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ വസിച്ചതായിരിക്കുന്ന കാലഘട്ടം. അപ്പോ ഒന്നാമത്തെ പ്രത്യക്ഷതയിൽ കർത്താവ് പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാനായിട്ട് ഈ ഭൂമിയിൽ പ്രത്യക്ഷനായി. ഇനി നമ്മൾ അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. രണ്ടാമത്തെ പ്രത്യക്ഷതയെ കുറിച്ചുള്ളതായിരിക്കുന്ന കാര്യം 24-ാം വാക്യത്തിലാണ് നാം വായിക്കുന്നത്. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. അവിടെ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ലേഖനകാരൻ പറയാണ് ഇപ്പോൾ. രണ്ട്, ദൈവസന്നിധിയിൽ സ്വർഗത്തിൽ പ്രത്യക്ഷനാവാൻ എന്ന് പറയുകയാണ്. അപ്പൊ ഒന്നാമത്തെ പ്രത്യക്ഷതയിൽ പാപത്തിന് പരിഹാരം വരുത്തിയതിനു ശേഷം, പാപപരിഹാരം വരുത്തുവാനായി ഈ ഭൂമിയിൽ കർത്താവ് പ്രത്യക്ഷനായി നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കാൽവറിയിലെ ക്രൂശിൽ അവൻ മരിച്ചു. എബ്രായ ലേഖനകാരൻ 10-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ പാപത്തിന് പരിഹാരം വരുത്തിയ ശേഷം താൻ വീണ്ടും പിതാവിന്റെ സന്നിധിയിൽ പ്രത്യക്ഷനായി കൊണ്ടിരിക്കുന്നു. ലേഖനകാരൻ പറയാണ് ഇപ്പോൾ. താൻ ഈ ലേഖനം എഴുതുന്നതായിരിക്കുന്ന ആ സമയത്ത് താൻ പറയാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് തന്റെ ശുശ്രൂഷ. ഇന്ന് നാം ഇവിടെ കർത്താവിനെ ആരാധിക്കുമ്പോഴും കർത്താവ് പിതാവിന്റെ സന്നിധിയിൽ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുകയാണ്. നാം യോഹന്നാന്റെ 1-ാം ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 2-ാം വാക്യത്തിന്റെ 1-ാം വാക്യം നമുക്ക് അറിയാമെങ്കിലും വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കൽ ഉണ്ട്. അപ്പോ യോഹന്നാൻ പറയാണ് പാപം ചെയ്യരുത്. അഥവാ ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ ആശ്വാസമുണ്ട്. എന്താണ് ആശ്വാസം? പിതാവിന്റെ സന്നിധിയിൽ ഒരുത്തൻ നമുക്കുണ്ട്. അതാണ് നമ്മൾ എബ്രായലേഖനത്തിൽ വായിച്ചത്. പാപത്തിന് പരിഹാരം വരുത്തിയതിനു ശേഷം താൻ പിതാവിന്റെ സന്നിധിയിൽ വീണ്ടും വീണ്ടും പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുകയാണ്. അത് വർത്തമാനകാലത്തിൽ തന്റെ ശുശ്രൂഷ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എബ്രായലേഖനം 7-ാം അധ്യായത്തിൽ തന്നെ നാം അത് വായിക്കുന്നുണ്ട്. തന്റെ ശുശ്രൂഷ എന്താണെന്നുള്ളത് 7-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ഇബ്രാഹിം കാര്യങ്ങളെ വിവരിക്കുകയാണ്. ഞാൻ അതിന്റെ ആഴത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. താൻ പറയുകയാണ്, താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ.
യോഹന്നാന്റെ ലേഖനത്തിൽ വായിച്ചു, പിതാവിന്റെ സന്നിധിയിൽ നമുക്കൊരുവനുണ്ട്. അവന്റെ ശുശ്രൂഷയെ കുറിച്ചാണ് 7-ാം അധ്യായത്തിൽ വായിക്കുന്നത്. അവൻ പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ, ഇന്ന് നാം ഈ ആരാധനാലയത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ, അതിന്റെ പിന്നിൽ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ പക്ഷപാത ശുശ്രൂഷ മുഖാന്തരമാണ് ദൈവത്തോട് അടുത്തു വരുവാൻ നമുക്കിടയായി തീർന്നത്. അല്ലെങ്കിൽ ഇന്നും നമുക്കറിയാം, പൊസിഷണലി നമ്മൾ ആത്മീകമായിരിക്കുന്ന പദവി അനുസരിച്ച് വിശുദ്ധരാണ്, നീതിമാന്മാരാണ്, അതെല്ലാം ആയിരിക്കുമ്പോൾ പോലും നമ്മുടെ ഈ ജഡത്തിൻ്റെതായിരിക്കുന്ന സകല മലിനതകളുമുണ്ട്. ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ കഴിയുന്ന നിലയിലുള്ള ഒരു ജീവിതമാണ് നമ്മുടെ നിന്ന് അവകാശപ്പെടുവാൻ കഴിയുകയില്ല. കാരണം നമ്മുടെ പ്രകൃതി ദൈവം നന്നായിട്ട് അറിയുന്നുണ്ട്. നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളും കുറവുകളും അശുദ്ധികളും ഒക്കെ നമുക്കറിയാം. ആ നിലയിൽ ദൈവസന്നിധിയിലേക്ക് വരുവാൻ നമുക്ക് കഴിയുകയില്ല. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ സന്നിധിയിൽ, പിതാവിന്റെ സന്നിധിയിൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഇന്നും നിരന്തരമായി നമുക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ട് പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ഇന്ന് നാം അർപ്പിക്കുന്ന ആരാധന ദൈവം തന്റെ പുത്രനിൽ കൂടെ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് നമുക്ക് വലിയ സന്തോഷം. അപ്പോൾ ഒന്ന്, താൻ ഭൂമിയിൽ പ്രത്യക്ഷനായി പാപത്തിന് പരിഹാരം വരുത്തി. 2, പാപത്തിന് പരിഹാരം വരുത്തിയതിനു ശേഷം താൻ സ്വർഗത്തിൽ പിതാവിന്റെ സന്നിധിയിൽ ഇന്നും പ്രത്യക്ഷനായി കൊണ്ടിരിക്കുകയാണ്. ആ ശുശ്രൂഷ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഇനി 3ാമത്തെ തന്റെ പ്രത്യക്ഷത അഥവാ തന്റെ സെക്കൻഡ് കമ്മിങ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സത്യം 28ാമത്തെ വാക്യത്തിൽ, ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ 2ാമത് പ്രത്യക്ഷനാകും. അപ്പോൾ ഇതാണ് ഈ എബ്രായ ലേഖനത്തിന്റെ ക്രമപ്രകാരം 3ാമത്തെ പ്രത്യക്ഷത. എന്നാൽ ദൈവമക്കളായിരിക്കുന്ന നാം പ്രത്യാശിക്കുന്ന കർത്താവിന്റെ 2ാം വരവ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ലേഖനകാരൻ പറയുകയാണ്, കർത്താവ് വീണ്ടും പ്രത്യക്ഷനാകുവാൻ പോകുകയാണ്. എന്തിനാ കർത്താവ് പ്രത്യക്ഷനാകാൻ പോകുന്നത്? 1ാമത്തെ പ്രത്യക്ഷത പാപത്തിന് പരിഹാരം വരുത്തുവാൻ. 2ാമത് താൻ ദൈവസന്നിധിയിൽ പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുന്നത് രക്ഷിക്കപ്പെട്ട് ഈ ലോകത്തിൽ ജീവിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ മധ്യസ്ഥത വഹിക്കുവാൻ, പക്ഷപാതം ചെയ്യുവാനായിട്ട് താൻ ഇടവിടാതെ ദൈവം മുൻപാകെ പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി സംഭവിക്കാൻ പോകുന്നത് കർത്താവിന്റെ 3ാമത്തെ പ്രത്യക്ഷത, സെക്കൻഡ് കമ്മിങ്. അതെവിടെയാണ് സംഭവിക്കാൻ പോകുന്നത്? പൗലോസ് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ നാം ആവർത്തിച്ച് വായിക്കുകയും ധ്യാനിക്കുകയും ചിന്തിക്കുകയും ആശ്വസിക്കുകയും ചെയ്യുന്നതായിരിക്കുന്ന വാക്യമാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അന്ന് ക്രിസ്തുവിൽ മരിച്ചവരായിരിക്കുന്നു നാം ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിക്കുന്നവരായിരിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് മേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ എബ്രായ ലേഖനകാരൻ പറയുന്ന ഈ 3ാമത്തെ പ്രത്യക്ഷത അഥവാ കർത്താവിന്റെ 2ാം വരവ് എന്ന് പറയുന്നത് സംഭവിക്കേണ്ടത് മേഘങ്ങളിലാണ്. 1, താൻ ഭൂമിയിൽ പ്രത്യക്ഷനായി. 2, താൻ പിതാവിന്റെ സന്നിധിയിൽ സ്വർഗത്തിൽ പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുന്നു. 3, താൻ മേഘങ്ങളിൽ പ്രത്യക്ഷനാകുവാനായിട്ട് പോകുകയാണ്. അന്ന് സംഭവിക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഫിലിപ്പ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ഉം 21-ഉം വാക്യങ്ങളിലേക്ക് നമുക്ക് വരാം. ഫിലിപ്പ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 20-ഉം 21-ഉം വാക്യങ്ങൾ സുപരിചിതമായ വാക്യങ്ങളാണെങ്കിൽ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. എബ്രായ ലേഖനം 9-ാം അധ്യായം 28-ാം വാക്യം നാം വായിച്ചു. ആ 28-ാം വാക്യത്തിൽ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ 2ാമത് പ്രത്യക്ഷനാകും എന്നാണ് നാം വായിച്ചത്. അവിടെ കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുതുപ്പള്ളി സഭയ്ക്ക് അത് കാണത്തില്ലെന്ന് എനിക്കറിയാം. ഇവിടെ നാം വായിക്കുന്നത്
വീണ്ടും രക്ഷയ്ക്കായി അവൻ പ്രത്യക്ഷനാവുകയാണോ? ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന രക്ഷ എന്ന് പറയുന്നത് നമുക്കറിയാം, ആത്മരക്ഷയല്ല, മറിച്ച് ആ രക്ഷയാണ് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൽ നാം വായിച്ചത്. എന്താണ് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൽ നാം വായിച്ചത്? അവൻ കടന്നു വരുമ്പോൾ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവിടെയും രക്ഷിതാവായിട്ട് വരുമെന്നാണ് പറയുന്നത്. എന്നാൽ അതിന്റെ പ്രത്യേകത 21-ാം വാക്യത്തിലാണ്. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അപ്പോൾ എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന രക്ഷയും ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ നാം വായിച്ച രക്ഷിതാവായിട്ട് വരുമെന്ന് പറയുന്നതും ആത്മാവിന്റെ രക്ഷയല്ല, മറിച്ച് ഇനി സംഭവിക്കേണ്ടത് എന്താണ്? നമ്മുടെ ശരീരത്തിൻ്റെതായിരിക്കുന്ന വീണ്ടെടുപ്പാണ്. അതാണ് ഈ ഫിലിപ്പി ലേഖനത്തിൽ താൻ പറയുന്നത്. നമ്മുടെ ശരീരത്തിന്റെ ഇപ്പോഴത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ബലഹീനമായിരിക്കുന്ന ശരീരമാണ്, അല്ലെ? നാം വായിക്കുകയാണ്, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയും തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ. നമ്മുടെ ശരീരം താഴ്ചയുള്ളതാണ്. നമുക്കത് വിശദീകരിക്കേണ്ടതായിരിക്കുന്ന ആവശ്യമില്ല. എന്തെല്ലാം വേദനകളാണ് നമ്മുടെ ശരീരത്തിലുള്ളതല്ലേ? നമ്മുടെ ശരീരത്തിന്റെ അടി മുതൽ മുടി വരെ നാം വേദന അനുഭവിക്കുന്നവരാണ്. ഏതെല്ലാം നിലയിലുള്ള രോഗങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. എല്ലാവിധമായിരിക്കുന്ന രോഗങ്ങളും നമ്മുടെ ജീവിതത്തിൽ, പലരുടെയും ജീവിതത്തിൽ അവരുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, അവരുടെ സമ്പത്ത് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, അവരുടെ ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാനസികമായി തകർന്നും ക്ഷീണിച്ചും തളർന്നുമൊക്കെ പോകുന്ന അനേകരെ കാണുവാനായിട്ട് കഴിയും. അവർ തകർന്നു തീർന്നു എന്ന് പറയാൻ സാധിക്കില്ല, കാരണം അവർക്കൊരു പ്രത്യാശയുണ്ട് ദൈവമക്കളായിരിക്കുന്നവരെ സംബന്ധിച്ച്. ഇവിടെ ഇന്ന് പകൽക്കാലം എബ്രായ ലേഖനകാരനോട് ചേർന്ന് നിന്ന് നാം ഈ ഭാഗങ്ങൾ ചിന്തിക്കുമ്പോൾ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു വാനമേഘങ്ങളിൽ തന്റെ പ്രത്യക്ഷത സംഭവിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും സംഭവിക്കുവാൻ പോകുന്ന കാര്യം, ഇന്ന് നമ്മുടെ ശരീരം ബലഹീനമാണ്, ജീർണിച്ചുകൊണ്ടിരിക്കുന്നതാണ്, വിവിധങ്ങളായിരിക്കുന്ന രോഗങ്ങൾക്ക് അടിമയാണ്. അതുകൊണ്ട് നാം പലപ്പോഴും നെടുവീർപ്പെടുന്നുണ്ടെങ്കിലും നമ്മെയൊക്കെ പിടിച്ചു നിർത്തുന്നതും നമ്മെ ഇങ്ങനെയൊക്കെ മുൻപോട്ട് പോകാൻ അനുവദിക്കുന്നതുമായ കാര്യം നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന പ്രത്യാശയാണ്. എന്താണ് ആ പ്രത്യാശ? ഈ ശരീരം ഇന്ന് ജീർണിക്കുന്നതാണെങ്കിലും ഒരു മനോഹരമായിരിക്കുന്ന ദിവസം നമ്മുടെ മുൻപിലുണ്ട്. നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരം നൽകുന്നതായിരിക്കുന്ന, സ്വർഗീയമായിരിക്കുന്ന ശരീരം നൽകുന്ന ആ ദിവസമാണ് നമുക്ക് ഈ കഷ്ടതകളുടെയും പ്രയാസങ്ങളുടെയും കണ്ണുനീരിന്റെയും കുടുംബ പ്രശ്നങ്ങളുടെയും തകർച്ചകളുടെയും ഒക്കെ നടുവിൽ കർത്താവിന്റെ പിന്നാലെ പോകുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന കാര്യം ആ ഒരു വലിയ കാഴ്ചപ്പാടും പ്രത്യാശയുമാണ്. നമുക്ക് വളരെ ആശ്വാസമാണ്. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കണമെന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത് തെസ്സലോനിക്ക ലേഖനത്തിൽ. എന്നാൽ ഞാൻ ഇതിനോട് ചേർത്ത് ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ അവസാനത്തെ വാക്യം. നമുക്കറിയാം 1 കൊരിന്ത്യർ 15-ാം അധ്യായം പുനരുത്ഥാനത്തിന്റെ അധ്യായമാണ്. വളരെയധികം പ്രത്യാശ വർദ്ധിപ്പിക്കുകയും പ്രത്യേകിച്ച് നാം മരണസമയങ്ങളിൽ വായിക്കുകയും ധ്യാനിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നതായിരിക്കുന്ന ഒരു അധ്യായമാണ് 1 കൊരിന്ത്യർ 15-ാം അധ്യായം. അവിടെ പുനരുദ്ധാനത്തെ കുറിച്ച് പറയുന്നുണ്ട്, പുനരുദ്ധാനത്തിന്റെ ക്രമത്തെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ നാം വീണ്ടും പുനരുദ്ധാനം പ്രാപിക്കുമെന്നുള്ളതായിരിക്കുന്ന ഉറപ്പും ധൈര്യവും പൗലോസ് വിവരിച്ചതിന് ശേഷം അതിന്റെ അവസാനത്തെ വാക്യം നമുക്ക് വായിക്കാം. 58-ാമത്തെ വാക്യം, 1 കൊരിന്ത്യർ 15-ാം അധ്യായം 58-ാമത്തെ വാക്യം. ആ വാക്ക് ഇങ്ങനെയാണ് തുടങ്ങുന്നത്, ആകയാൽ എന്ന് പറഞ്ഞാൽ 15-ാം അധ്യായത്തിൽ പുനരുദ്ധാനത്തെ കുറിച്ചുള്ള സകല വിശദീകരണവും വളരെ വ്യക്തമായി നൽകി നമ്മുടെ പ്രത്യാശയെ ഉണർത്തിയതിനു ശേഷം ദൈവാത്മാവ് പൗലോസിൽ കൂടെ പറയാണ്, ആകയാൽ എന്താണ് അടുത്തത്? എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും. പ്രത്യാശയുടെ സന്തോഷം കേട്ട് ഭവനത്തിലേക്ക് മടങ്ങാൻ നമുക്ക് വളരെ ആശ്വാസമാണ്, അല്ലേ? ഇനിയും കർത്താവ് വരും, നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ മാറും, രോഗങ്ങളൊക്കെ മാറും, ഈ ശരീരത്തിന് മാറ്റം സംഭവിക്കും, നമുക്ക്
സ്വർഗീയമായിരിക്കുന്ന ഒരു ശരീരം ലഭിക്കും. ആ വലിയ പ്രത്യാശയോടുകൂടെ നാം മടങ്ങിപ്പോയാൽ അത് നമുക്ക് വലിയ ആശ്വാസമാണ്. അങ്ങനെ തന്നെയാണ് ആയിരിക്കേണ്ടത്. എന്നാൽ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം നാം വളരെ ഗൗരവമായിട്ട് തന്നെ ചിന്തിക്കേണ്ടതാണ്. പൗലോസ് പറയുകയാണെന്ന് വലിയ ആശ്വാസമാണ്. ദൈവമക്കളായിരിക്കും നമ്മുടെ പ്രത്യാശ അതാണ്. മേഘങ്ങളിൽ കർത്താവ് വരും, നാം എടുക്കപ്പെടും, നാം പിന്നെ കർത്താവിനോട് കൂടെ ആയിരിക്കും. സന്തോഷകരമായിരിക്കുന്ന അനുഭവമാണ്. പക്ഷേ നമ്മുടെ ഉത്തരവാദിത്വത്തെ ഓർപ്പിക്കുന്ന ഒരു വാക്യമാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് അവസാനമായി എഴുതി വെച്ചിരിക്കുന്നത്. പൗലോസ് പറയാണ്, ഇതൊക്കെ സംഭവിക്കുന്നതാണ്, ഇതൊക്കെ സംഭവിക്കേണ്ടതാണ്, ഇതൊക്കെ നാം അനുഭവിക്കുവാനായിട്ട് പോകുകയാണ്. പക്ഷേ ആകയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാനിരിക്കുന്നത് കൊണ്ട് എന്താണ് കാരണമെന്നറിയാമോ? ഒരു ദിവസം നാം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ നാം നിൽക്കേണ്ടവരാണ്. നമ്മുടെ ജീവിതത്തിന്റെ, സമയത്തിന്റെ, ആരോഗ്യത്തിന്റെ, ധനത്തിന്റെ, നമുക്ക് ലഭിച്ച കഴിവിന്റെ, നമുക്ക് ലഭിച്ചതായിരിക്കുന്ന കൃപാവരങ്ങളുടെ ഒക്കെ കണക്ക് കൊടുക്കേണ്ടുന്ന ഒരു ദിവസം നമ്മുടെ മുൻപാകെ ഉണ്ട്. ആകയാൽ പ്രിയമുള്ളവരെ, ഇവിടെ പൗലോസ് പറയാണ്, നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കണം, കുലുങ്ങാത്തവരായിരിക്കണം. മാത്രമല്ല കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആയിരിക്കണം. ഞാനിങ്ങനെ പറയട്ടെ, എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത നാം ചിന്തിച്ചാൽ ഹഗ്ഗായിയുടെ കാലഘട്ടത്തിന്റെ ഒരു സമയം എന്ന് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഒരു വാക്യം മാത്രം വായിക്കാം. ഞാൻ എൻ്റെ സമയത്ത് തന്നെ എൻ്റെ സന്ദേശം അവസാനിപ്പിക്കുന്നതാണ്. ഹഗ്ഗായിയുടെ പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ, ഹഗ്ഗായിയുടെ പുസ്തകത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് വിവരിക്കേണ്ട ആവശ്യമില്ല. അവിടുന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്യം വായിച്ച് ഞാൻ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹഗ്ഗായിയുടെ പുസ്തകം അതിൻ്റെ 1-ാമത്തെ അധ്യായം. 1-ാമത്തെ അധ്യായത്തിന്റെ 5ഉം 7ഉം വാക്യങ്ങൾ ഒരേ വാക്കുകളാണ് അവിടെ ആവർത്തിച്ചിരിക്കുന്നത്. 5-ാം വാക്യത്തിൽ നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ, കൺസിഡർ യുവർ വേസ്. അതേ വാക്ക് 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, നിങ്ങളുടെ വഴികളെ വിചാരിച്ച് നോക്കുവിൻ. നമ്മളെ തന്നെ ഒന്ന് കൺസിഡർ ചെയ്യാനായിട്ടുള്ള ഒരു ആഹ്വാനം. പുനരുദ്ധാനം കൊണ്ട് സംശയമില്ല, നാം രൂപാന്തരപ്പെടും, സംശയമില്ല. കർത്താവിനെ പോലുള്ള ശരീരം നാം പ്രാപിക്കും, സംശയമില്ല. ഇന്നത്തെ ഈ ബലഹീനതകളൊക്കെ മാറി നാം നിത്യത മുഴുവൻ കർത്താവിനോട് കൂടി ആയിരിക്കും. പക്ഷേ പൗലോസ് പറയാണ്, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന അത്രയും കാലഘട്ടം ഈ പ്രത്യാശയോടുകൂടെയാണ് ജീവിക്കേണ്ടത്. ആ പ്രത്യാശയാണ് മുൻപോട്ട് പോകുവാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ആ കേവലം പ്രത്യാശയുടെ സന്തോഷത്തിലൂടെ ജീവിക്കുക എന്നുള്ളതല്ല, മറിച്ച് നമുക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. നാം അറിഞ്ഞ സത്യത്തിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി ഉറപ്പുള്ളവരായി, കുലുങ്ങാത്തവരായി നിൽക്കുന്നതിനോടൊപ്പം തന്നെ എപ്പോഴും കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരണം. ആ ഒരു ദൂത് നാം കേൾക്കുമ്പോൾ ഹഗ്ഗായിയുടെ വാക്ക് ചേർത്ത് നമുക്കൊന്ന് പറയാം, നമ്മുടെ വഴികളെ ഒന്ന് വിചാരിച്ചു നോക്കാം. കടന്നു വന്ന പാതകൾ, നാം ചിലവഴിക്കുന്ന സമയങ്ങൾ, ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒന്നൊന്ന് ബോധവാന്മാരായി തീരുവാൻ ഇടയായി തീർന്നാൽ എന്താ സംഭവം എന്നറിയാമോ? ഹഗ്ഗായിയുടെ പുസ്തകത്തിൽ, ഹഗ്ഗായിയുടെ കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ ജനം അവരുടെ പ്രയോറിറ്റി മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ്. ദൈവത്തിന്റെ ജനം അവരുടെ പ്രാധാന്യതയെ മാറ്റിക്കളഞ്ഞു. എന്താ പ്രാധാന്യത? 2-ാം വാക്യത്തിൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവയുടെ ആലയം പണിവാനുള്ള കാലം വന്നിട്ടില്ലെന്ന് ഈ ജനം പറയുന്നുവല്ലോ. ആലയം പണിയുണ്ടെന്ന് അവർ പറയുന്നില്ല, പിന്നെയോ സമയമായിട്ടില്ലെന്നാ പറയുന്നത്. കൺവെൻഷൻ വേണ്ടെന്നാരും പറയുന്നില്ല, ഈ വർഷം ഇല്ലെങ്കിലും കുഴപ്പമില്ല. കോട്ടേജ് മീറ്റിംഗ് വേണ്ടെന്നാരും പറയില്ല, ഇപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ദൈവികമായ ശുശ്രൂഷകളെ നമ്മുടെ ജീവിതത്തോട് നാം ഒന്ന് ചേർന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നാം അതിനെ എന്ത് ചെയ്തിരിക്കുകയാണ്? നാളെയാകട്ടെ എന്ന് പറഞ്ഞ് കാലങ്ങൾ എത്രയോ കടന്നുപോയി. ദുഃഖിക്കുന്ന പലരും ഉണ്ടാകാം. നല്ല പ്രായത്തിലും നല്ല സമയത്തും നന്നായിട്ടൊക്കെ ഇരുന്നപ്പോഴൊക്കെ ദൈവാത്മാവ് ഇടപെട്ടിട്ടും പിന്നീടാകട്ടെ എന്ന് പറഞ്ഞു പോയി. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയി. പിന്നീട് ആകട്ടെ എന്ന് വിചാരിച്ചെങ്കിലും ആ വിചാരം വന്നപ്പോൾ ചെയ്യുവാൻ കഴിയാത്ത ബലഹീനതയിലേക്ക് പലരും
മാറ്റപ്പെട്ടു പോകുന്നു. ഇന്ന് പലപ്പോഴും നമുക്കറിയാം, നാം ഇതിനെ ചേർത്ത് ചിന്തിച്ചാൽ ഇവിടെയുള്ളതായിരിക്കുന്ന ജനത്തെ പോലെ തന്നെ ദൈവാലയം പണിയുവാൻ, ദൈവസഭ പണിയുവാൻ, ദൈവികമായ ശുശ്രൂഷകളെ പണിയുവാൻ, കർത്താവിന്റെ വേലയ്ക്കായിട്ട് നമുക്ക് മുന്നിട്ടിറങ്ങുവാൻ, പ്രാധാന്യം കൊടുക്കുവാനായിട്ട് നാം നാളുകളെ നീട്ടിവെച്ചവരാണോ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. അവർ നാളുകളെ നീട്ടിവെച്ചു എന്നുള്ളത് മാത്രമല്ല, അവർ പിന്നെ പറയുന്നത് എന്താണെന്നറിയാമോ? യഹോവയുടെ ആലയം പണിയുവാനുള്ള കാലം വന്നിട്ടില്ലെന്ന് ഈ ജനം പറയുന്നുവല്ലോ. ഹഗ്ഗായി പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ ഈ ആലയം ശൂന്യമായിരിക്കെ, 4-ാം വാക്യം, ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ. തട്ടിട്ട വീടൊന്നും തെറ്റല്ല കേട്ടോ. നമുക്ക് നല്ല വീടുണ്ടാകുന്നതോ കാറുണ്ടാകുന്നതോ ജീവസൗകര്യം ഉണ്ടാകുന്നതോ ദൈവം എതിരല്ല. ഇതെല്ലാം ദൈവം തന്നെയാണ് നമുക്ക് നൽകുന്നത്. പക്ഷെ സംഭവിച്ച കാര്യം എന്താണെന്നറിയാമോ? ദൈവിക ശുശ്രൂഷയേക്കാൾ താങ്കളുടെ ഭൗതികമായ കാര്യങ്ങൾക്ക് അവർ പ്രാധാന്യം കൊടുക്കുന്ന കാലഘട്ടം. അവർ ആലയം പണിയാനായിട്ട് വളരെ ജാഗ്രതയോടെ വന്നതാണ്. അവർ അടിസ്ഥാനം ഇട്ടതാണ്. ചരിത്രം പഠിച്ചാൽ ഏതാണ്ട് 16 വർഷക്കാലം അടിസ്ഥാനം ഇട്ടതിന്മേൽ ഒന്നും ചെയ്യാതെ അവർ തങ്ങളുടേതായിരിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തങ്ങൾക്ക് വേണ്ടി തന്നെ അവർ ജീവിച്ചു. ഈ തട്ടിട്ട വീടുകൾ എന്നൊക്കെ പറയാനുള്ള കാരണം, ഇവർ ആലയം പണിയാനുള്ള കുറെ മരമൊക്കെ കൊണ്ടുവന്നായിരുന്നു. അതിൽ പല മരമൊക്കെ എടുത്ത് അവർ അവരുടെ വീടുകൾ തന്നെ എന്ത് ചെയ്തു? പണിതു. കാരണം ഇപ്പൊ എന്ത് വേണ്ട? ദൈവാലയം പണിയണ്ട. തൽക്കാലം ആ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാം? നമ്മുടെ വീടിന് ഉപയോഗിക്കാം. ഇപ്പോൾ കർത്താവിന്റെ വേലയ്ക്ക് അധികം നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇനി കാലമുണ്ടല്ലോ, സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് നാം പോകുന്നതെങ്കിൽ, ഞാൻ അതെല്ലാം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിന്റെ കോൺസിക്വൻസ് അതിന്റെ താഴെയുള്ള വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ദൈവം പറയാണ്, ഞാൻ സകലത്തെയും അടക്കിയ, ആകാശത്തിലെ മഞ്ഞും മഴയും ഒക്കെ അടക്കിയാണ്, പിന്നെ നിന്റെ വയലിലെ സകല സമൃദ്ധിയും ഞാൻ അടക്കുകയാണ്. എന്താ കാരണം? ദൈവികമായ ശുശ്രൂഷയേക്കാൾ സ്വന്തം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തത് കൊണ്ട് ദൈവം പറയാണ്, ഞാൻ എല്ലാറ്റിനെയും അടയ്ക്കുവാൻ പോകുകയാണ്. 2 അധ്യായമേ ഉള്ളൂ ഹഗ്ഗായിയുടെ പുസ്തകം. 1-ാം അധ്യായം ദൈവികമായ ശുശ്രൂഷ, അതിന് പ്രാധാന്യം കൊടുക്കാഞ്ഞത് കൊണ്ട് അവർക്ക് സംഭവിച്ച നഷ്ടങ്ങൾ. 2-ാം അധ്യായം സെരുബാബേലിൽ കൂടെ ഹഗ്ഗായി മുഖാന്തരം ഉണ്ടായ അരുളപ്പാടുകളെ കേട്ട് സെരുബാബേലും കൂടെയുള്ളതായിരിക്കുന്ന ആളുകളും മനം തിരിഞ്ഞ് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് കർത്താവിന്റെ വേല ചെയ്യുവാൻ തീരുമാനിച്ചപ്പോൾ ദൈവം അവർക്ക് നൽകിയതായിരിക്കുന്ന അനുഗ്രഹം. 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, താഴേക്ക് വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു വാക്കുണ്ട്, ഇന്ന് മുതൽ ഐ വിൽ ബ്ലസ് യു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അവർ തീരുമാനം മാറ്റിയപ്പോൾ, അവർ മനം മാറ്റിയപ്പോൾ, ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്നപ്പോൾ ദൈവം ആ ജനത്തെ അനുഗ്രഹിക്കുവാനായിട്ട് തീരുമാനിച്ചു. ഞാൻ പറഞ്ഞതിന് ചുരുക്കം എന്താണെന്ന് പറയട്ടെ പ്രിയമുള്ളവരെ. കർത്താവിന്റെ 3 പ്രത്യക്ഷതകളാണ് നാം ചിന്തിച്ചത്. 2 നമ്മെ സംബന്ധിച്ച്, 1 നമ്മെ സംബന്ധിച്ച് കഴിഞ്ഞുപോയി. നാം ഭാഗ്യവാന്മാരാണ്. രക്ഷിക്കപ്പെടുവാൻ, പാപപരിഹാരം നേടുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ നാം യോഗ്യതയുള്ളവരായി തീർന്നു. ഇന്നും പിതാവിന്റെ സന്നിധിയിൽ കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ നമുക്കിടയായി തീരുന്നു. 3-ാമത്തെ പ്രത്യക്ഷത മേഘങ്ങളിൽ സംഭവിക്കുമ്പോൾ നാം എടുക്കപ്പെടുമെന്നുള്ളതിന് സംശയമില്ല. നമ്മുടെ ശരീരം രൂപാന്തരപ്പെടും, സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി തീരും. എന്നാൽ ഭയപ്പെടുത്തുന്ന ഒരു ദിവസം കൂടെ അതായിരിക്കാനിടയായി തീരട്ടെ. ആ ക്രിസ്തുവിന്റെ ന്യായാസനം നമുക്ക് കണക്ക് പറയേണ്ടുന്നതായിരിക്കുന്ന ന്യായാസനമാണെന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ നമുക്കിടയായി തീരണം. അല്ല ഹഗ്ഗായിയുടെ കാലഘട്ടത്തിലെ ജനങ്ങളെ പോലെ ഇപ്പോൾ അത് ആവശ്യമില്ല എന്ന് പറഞ്ഞ് താങ്കളുടെ സ്വാർത്ഥമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രയോറിറ്റി നൽകി ജീവിക്കുന്ന ഒരു ജീവിതമാണെങ്കിൽ അത് നമുക്ക് വലിയ ദുരന്തമായി തീരുമെന്നുള്ളതിന് സംശയമില്ല. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ ചിന്തകൾ നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. വളരെ മനോഹരമായിരിക്കുന്ന പ്രത്യാശ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, പൗലോസ് പറയാണ്, നാം ചെയ്യുന്ന ദൈവികമായ ശുശ്രൂഷകൾ വ്യർത്ഥമല്ല എന്ന് അറിയുക. അതാണ് കൊരിന്ത്യർ ലേഖനത്തിൽ അവസാനിപ്പിക്കുന്ന, നാം കർത്താവിന്റെ നാമത്തിൽ ചെയ്യുന്ന പ്രയത്നം വ്യർത്ഥമല്ല എന്നറിഞ്ഞ് അവന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ ഇടയായി തീരട്ടെ. നാം ചെയ്യുന്ന പ്രവൃത്തികൾ തീർച്ചയായിട്ടും അത് നമുക്ക് പ്രതിഫലമുണ്ട്, നിലനിൽക്കുന്ന പ്രതിഫലമുണ്ട്. അതൊരിക്കലും വ്യർത്ഥമല്ല. ആകയാൽ
കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ അത് പുറത്തുള്ളതായിരിക്കുന്ന സുവിശേഷ ഘോഷണമാകാം, സഭയ്ക്കകത്തുള്ള സഭാ പരിപാലനമാകാം, ബൈബിൾ ക്ലാസ് എടുക്കുന്നതാകാം, ഒരുപക്ഷെ പ്രസംഗിക്കുന്നതാകാം, കൺവെൻഷൻ പ്രീച്ചേഴ്സ് ഉള്ള നിലയിലാകാം, യുവാക്കന്മാരുടെ മധ്യത്തിലാകാം, കുഞ്ഞുങ്ങളുടെ മധ്യത്തിലാകാം, ദൈവികമായിരിക്കുന്ന ഏത് ശുശ്രൂഷകളുമായിക്കൊള്ളട്ടെ അതൊരിക്കലും വ്യർത്ഥമല്ല എന്നറിഞ്ഞ് വേലയിൽ വർദ്ധിച്ചു വരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാളേക്ക് വേണ്ടി നാം ദൈവിക ശുശ്രൂഷകളെ മാറ്റിവെക്കരുത്. പിന്നെയാകട്ടെ എന്ന് പറഞ്ഞ് നാം ദൈവികമായ കാര്യങ്ങളെ പ്രയോറിറ്റി കൊടുക്കേണ്ട സ്ഥാനത്ത് കൊടുക്കാതെ നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നാം പോയാൽ അത് വലിയ ദുരന്തം നമ്മുടെ തലമുറകളിലേക്കും നമ്മിലേക്കും കൊണ്ടുവരുമെന്നുള്ള വലിയ സത്യം തിരിച്ചറിഞ്ഞ് ദൈവമുമ്പാകെ നമുക്ക് വിനയപ്പെടുകയും ആ മനോഹരമായ പ്രത്യാശയോടുകൂടെ തന്നെ കർത്താവിനെ ശുശ്രൂഷിക്കുകയും അവനെ സേവിക്കുകയും ചെയ്യാൻ അവരുടെ വലിയ നാമം വാഴ്ത്തുന്നതാണ്.